പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ലാതെ ഒരുങ്ങിയിട്ടുള്ള ഈ ഒരു പോക്ക് അതൊരു ദുരുദ്ദേശം വെച്ചിട്ടുള്ളതാണ് ഗൈസ്. ഈ ചിരി കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ? കണ്ടോ, വന്നിപ്പോൾ ക്യാമറ ഓൺ ആക്കിയാൽ കുട്ടികൾ വരെ കമൻട്രി പറയാൻ തുടങ്ങി. അപ്പം അവള് പറഞ്ഞ പോലെ തന്നെ നമ്മളിന്ന് പോകുന്നത് ചെമ്മാടിലേക്കാണ് ഗൈസ്. പക്ഷേ സ്ഥലം മാറിപ്പോയി, ഞങ്ങൾ തലപ്പാറയിലേക്കാട്ടോ പോയത്. ഇന്നെന്തോ ഉച്ചക്ക് ഫുഡ് കഴിച്ച മുതൽ ഷവർമ കഴിക്കാൻ വല്ലാത്തൊരു ക്രേവിങ്സ് ആട്ടോ, ഭയങ്കരമായ ആഗ്രഹം. അത് കണ്ടിട്ട് ഞാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നത് വല്ലപ്പോഴെന്ന് വിചാരിക്കേണ്ട, മറ്റു പലതും ട്രൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഷവർമനെ മിസ്സായിപ്പോയി. അങ്ങനെ ഒരു ഫുൾ മീറ്റ് ഷവർമ പ്ലേറ്റും ഒരു നോർമൽ ഷവർമ പ്ലേറ്റും വാങ്ങിച്ചു കേട്ടോ. ആ ഭയങ്കരമായ കൊതിയടക്കാൻ അതൊക്കെ തന്നെ ധാരാളം. പിന്നെ പലർക്കും ക്രേവിങ്സ് ഒക്കെ വന്നാൽ അത് ഉണ്ടാക്കി കഴിക്കുന്ന വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയ ഫുഡ് മറ്റുള്ളവർ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാവലില്ല. അതുകൊണ്ട് തന്നെ എനിക്കിതുപോലുള്ള ക്രേവിങ്സ് ഒക്കെ വന്നാൽ പുറത്ത് പോയി കഴിക്കാനാട്ടോ ഇഷ്ടം. പിന്നെ വേറൊരു റീസണും ഉണ്ട്. അങ്ങനെ ക്രേവിങ്സ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ തീരെ ക്ഷമ ഉണ്ടാവില്ല. അത് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടണം. നമ്മളൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കുമല്ലേ. അങ്ങനെതാ ഞങ്ങൾ നാലാളും മത്സരിച്ച് പ്ലേറ്റൊക്കെ ഇതുപോലെ ആക്കി തീർക്കാൻ വല്ലാണ്ട് സമയമൊന്നും വേണ്ടി വന്നില്ല. പിന്നെ ഏറ്റവും അവസാനം ഈ ഒരു സ്ട്രോബെറി ജ്യൂസിൻ്റെ ആത്മാവ് എടുക്കുക എന്നുള്ളതായിരുന്നു. ആ പണിയും കൂടി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അങ്ങനെ തലപ്പാറുള്ള പാരീസ് ബേക്കറിയിലെ ഈ ഒരു ഷവർമ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു പക്ഷേ ടിയിലെ ഷവർമേനേക്കാളും എനിക്ക് ഇവിടുത്തതാണ് ഇഷ്ടം. പിന്നെ കുട്ടികൾ ഈ സെക്ഷനിലെത്തിയാൽ അത് നമ്മളെ ആരോഗ്യത്തിന് ഹാനികരമാണ്.